ഹലോ സ്റ്റുഡൻസ്, നമ്മൾ നോക്കുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എക്സ്പീരിയൻസ് സർവേ. ഇപ്പോൾ എക്സ്പീരിയൻസ് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ് അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് സർവേ റെയർലി ഇൻക്ലൂഡ്സ് ഫോർമൽ ക്വസ്റ്റനെയർ. അപ്പോൾ അതിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഷെഡ്യൂളും ക്വസ്റ്റനെയറൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ഫ്രെയിംഡ് ക്വസ്റ്റനെയർ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇൻസ്റ്റെഡ് റിസർച്ചർ മേ സിംപ്ലി ഹാവ് എ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ടു ബി ഡിസ്കസ്ഡ്. ദ സർവേ ഈസ് ലൈക്ക് എൻ ഇൻഫോർമൽ ഡിസ്കഷൻ. അപ്പോൾ അവിടെ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, ഏതൊക്കെ ഏരിയയിൽ നിന്ന് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളൊരു ബൗണ്ടറി മാത്രമായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാകുക. അതിൽ നിന്ന് ആ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കുകയാണ് റിസർച്ചർ ചെയ്യുക. അപ്പോൾ അതിൽ അവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്തെടുക്കുന്നത്. എക്സ്പീരിയൻസ് ഷെയറിംഗ് ഇൻഫോർമൽ സെഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെൻ വി ഇൻ്റർവ്യൂ പേഴ്സൺ ഇൻ ആൻ എക്സ്പീരിയൻസ് സർവേ വി ഷുഡ് എൻക്വയർ ദെയർ ഐഡിയാസ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. Thus, the experience survey helps the researcher to define the problem consciously and helps in formulation of research hypothesis. അപ്പം എക്സ്പീരിയൻസ് സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മളോട് സംസാരിക്കുന്ന ആ വ്യക്തി, റെസ്പോണ്ടൻസ് നമ്മളോട് സംസാരിക്കുന്ന പല കാര്യങ്ങളും സംസാരിക്കും. അതിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത് ആരാണ്? റിസർച്ചർ തന്നെയാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫോർമൽ കോൺവെർസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിൽ സെക്കൻഡ് വൺ ആണ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ഡേറ്റ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയാം. സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അതായത് വേറൊരു പേർപ്പസിന് വേണ്ടി മറ്റൊരാൾ കളക്ട് ചെയ്ത ഡേറ്റയാണ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ അത് ഒരു അനദർ ഫോം ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. അതിലെന്താ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഫോർ സം പേർപ്പസ് അതർ ദാൻ ദ വൺ അറ്റ് ഹാൻഡ്. Analysis of secondary data help to define the business research problem. Researcher has to modify. അപ്പോൾ ഒരു സെക്കൻഡറി ഡേറ്റേൻ്റെ ഒരു പ്രോബ്ലം എന്താണ്? അത് നമ്മുടെ സ്റ്റഡിക്ക് അനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സെക്കൻഡറി ഡാറ്റ വൈഡായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഇൻ്റർനെറ്റ് ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി ഡാറ്റ, പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനത്തെ പല രീതിയിലുള്ള സെക്കൻഡറി ഡേറ്റ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അത് നമ്മുടെ ഒരു റിസർച്ചുമായിട്ട് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അതിനെ മോഡിഫൈ ചെയ്യുക എന്നത് മാത്രമാണ് റിസർച്ചർക്ക് വരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് കേസ് അനാലിസിസ്. അപ്പോൾ കേസ് സ്റ്റഡി നമ്മൾ കണ്ടിരുന്നു. കേസ് സ്റ്റഡി അനാലിസിസ്, കേസ് സ്റ്റഡി എന്ന് പറയുമ്പം ഒരു പെർട്ടിക്കുലർ കേസിനെ പറ്റി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് സ്റ്റഡി നടത്തുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ കേസ് അനാലിസിസും അങ്ങനെ തന്നെയാണ്. റിവ്യൂ ഇൻഫർമേഷൻ ഫ്രം എ ഫ്യൂ അതർ സിറ്റുവേഷൻ ദാറ്റ് ആർ സിമിലർ ടു ദ പ്രസൻറ്റ് റിസർച്ച് സിറ്റുവേഷൻ. അപ്പോൾ നമുക്കൊരു റിസർച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലത്തെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള മറ്റ് സിറ്റുവേഷൻ എടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ആ സിറ്റുവേഷൻ അവരെങ്ങനെ സോൾവ് ചെയ്തു, എന്തൊക്കെ റെമഡീസാണ് അവരെടുത്തത്, എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് എടുത്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ സിമിലർ ടൈപ്പ് ഓഫ് അനദർ കേസസ് ആണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? To attain information from one or few situations that are similar to researchers' problem situation. അപ്പോൾ ഇവിടെ ഇത് കുറച്ച് പ്രാക്ടിക്കൽ സെൻസിലാണ് നമ്മൾ കേസ് സ്റ്റഡി പഠിക്കുക. അപ്പോൾ അവിടെ നമ്മുടെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവരെങ്ങനെ സോൾവ് ചെയ്തു എന്നാണ് നമ്മളവിടെ പഠിക്കുന്നത്. A case is regarded as a microscopic view of a company or problems from its historical or social perspective. അപ്പോൾ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അത് നമ്മുടെ മറ്റ് കമ്പനികളിൽ സിമിലർ പ്രോബ്ലം വന്നപ്പോൾ അവരെങ്ങനെ സോൾവ് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് കേസ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുക. ദെൻ അടുത്തതാണ് പൈലറ്റ് സ്റ്റഡി. അപ്പോൾ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ അതിന് ഇറ്റ്സെൽഫ് നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്? പൈലറ്റ് സ്റ്റഡി, പൈലറ്റ് സർവേ എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. കാരണം എന്താണ്? ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഇത്. അപ്പോൾ ഇതിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് റെസ്പോണ്ടൻസിനെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒറിജിനൽ റിസർച്ചിൽ ഒരു 1000 റെസ്പോണ്ടൻസിനെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിസർച്ച് നമ്മൾ പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പം 100 ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക റെസ്പോണ്ടൻസിന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹ്യൂജ് സ്റ്റഡിയുടെ ഒരു പ്രപ്പോർഷൻ റെസ്പോണ്ടൻസിനെ എടുത്തിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൈലറ്റ് എക്സ്പെരിമെൻറ്റ് ഓൾസോ കോൾഡ് പൈലറ്റ് സ്റ്റഡി. അപ്പോൾ പൈലറ്റ് സ്റ്റഡിയുടെ അനദർ നെയിമാണ് പൈലറ്റ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. is a small scale preliminary study conducted before the main research. മെയിൻ റിസർച്ചിന് മുന്നേ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രിലിമിനറി സ്റ്റഡിയാണ്
പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ചെക്ക് ദ ഫീസിബിലിറ്റി ഓർ ടു ഇംപ്രൂവ് ദ ഡിസൈൻ ഓഫ് ദ റിസർച്ച്. ഇപ്പോൾ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യുക, പിന്നെ അതേപോലെ ഇത് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് പൈലറ്റ് സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത ടൈപ്പാണ്, നമ്മൾ ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞ എന്താണ്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ആണ്. അടുത്ത ടൈപ്പ് ഏതാണ്? കോസൽ റിസർച്ച് ഡിസൈൻ ആണ്. കോസൽ റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ റിസർച്ച് ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ്, അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ കോസൽ റിസർച്ച് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. കോസൽ റിസർച്ച് എന്താണ്? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്ന റിസർച്ചുകളെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. രണ്ട് വേരിയബിൾസിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ it accomplishes this goal through laboratory and field experiments. In order to determine causality, it is important to hold the variables that is assumed to cause the change in another variable. അപ്പം നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ട്. ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും, മറ്റ് വേരിയബിൾ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നറിയാം. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ അത് തമ്മിലുണ്ടാകുന്ന ആ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ കോസൽ റിസർച്ച് എംഫസൈസസ് ഓൺ സ്പെസിഫിക് ഹൈപ്പോത്തസിസ് അബൌട്ട് ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ്. അപ്പോൾ ഇവിടെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് തന്നെയാണ് പഠിക്കുന്നത്. ദെൻ മേജർ കമ്പോണൻസ്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അത് പഠിക്കുമ്പോൾ, അത് കോസ് ആൻഡ് എഫക്റ്റ് സ്റ്റഡി നടത്തുമ്പം അതിൽ വരുന്ന മെയിൻ കമ്പോണൻസ് ഇത്, അതായത് അതിൻ്റെ റിസർച്ച് ഡിസൈൻ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? റിസർച്ച് പ്രോബ്ലം ആണ്, റിസർച്ച് പ്രോബ്ലം. ദെൻ സെക്കൻഡ് വൺ റിസർച്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ റിസർച്ച് പ്രോബ്ലം, ദെൻ റിസർച്ച് ക്വസ്റ്റ്യൻ, ദെൻ പ്രോഗ്രാം, ആ കോഴ്സ് എന്താണെന്നുള്ളത്, ദെൻ യൂണിറ്റ്സ്, ഔട്ട്കം, ഇഫക്റ്റ്, ഡിസൈൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്ന മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ കോസൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാനുണ്ട്. ദർ ആർ 2 റിസർച്ച് മെത്തേഡ്സ് ഫോർ എക്സ്പ്ലോറിംഗ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഒന്ന് എക്സ്പെരിമെൻറ്റേഷനും രണ്ട് സിമുലേഷനുമാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ ഇസ് പ്യുവർലി റിലേറ്റഡ് വിത്ത് ദിസ് കോസൽ റിസർച്ച്. അതായത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്നതിലാണ് നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യുന്നത്. എക്സ്പെരിമെൻറ്റേഷൻ ഓർ നാച്ചുറൽ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു രണ്ട് വേരിയബിൾ തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ കോസൽ റിസർച്ചിൽ പഠിക്കുന്നത്. അപ്പോൾ ആ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഹൈലി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു വേരിയബിളിനെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വേരിയബിളിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. ആ വേരിയബിളിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ ഒരു മാറ്റം മറ്റ് വേരിയബിളിൽ എത്രത്തോളം പ്രകടമാകുന്നുണ്ട്, ഏതളവിൽ, ഏത് രീതിയിൽ എന്നാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റേഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാനിപ്പുലേഷൻ നടക്കുന്ന വേരിയബിൾ ഏതാണ്? ഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഡിപെൻഡൻറ്റ് വേരിയബിളിൽ മാനിപ്പുലേഷൻ നടക്കുന്നു. ആൻഡ് ഇവിടെ എന്താണ്? കൺട്രോൾ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു കൺട്രോൾ ഗ്രൂപ്പുകൾ. അപ്പോൾ കൺട്രോൾ ഗ്രൂപ്പുകൾ ഏത് ടൈപ്പ് ഓഫ് റിസർച്ചിലാണുള്ളത്? എക്സ്പെരിമെൻറ്റേഷൻ റിസർച്ചിലാണ് ഉള്ളത്. അപ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് സെറ്റപ്പിൽ നമ്മൾ വേരിയബിൾസിൽ മാറ്റം വരുത്തി ആ വേരിയബിൾസിലെ മാറ്റങ്ങൾ മറ്റ് വേരിയബിൾസിൽ എത്രത്തോളം, ഏത് രീതിയിൽ, ഏതളവിൽ, ഏത് ദിശയിൽ മാറ്റം വരുത്തുന്നു എന്ന് പഠിക്കുന്നതാണ്. Okay, the researcher can further decide whether the experimentation should take place in a laboratory or a field, that is natural setup, or as opposed to the artificial one. അപ്പോൾ അത് ഫീൽഡിൽ നടക്കണോ അതെയോ ലബോറട്ടറിയിൽ നടക്കണോ എന്ന് റിസർച്ചറുടെ ഇഷ്ടമാണ്. ഫീൽഡിലാണെങ്കിൽ അവിടെ കൺട്രോൾഡ് ഗ്രൂപ്പ്സ് കുറവായിരിക്കും, ലബോറട്ടറിയിലാണെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പ്സ് കൂടുതലായിരിക്കും, മാനിപ്പുലേഷൻ ഈസിലി പോസിബിൾ ആയിരിക്കും. ദെൻ അടുത്താണ് സിമുലേഷൻ. അപ്പോൾ സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതും കോസാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കോസാലിറ്റി, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമുലേറ്റ് ചെയ്യുന്നത്. സോഫിസ്റ്റിക്കേറ്റഡ് മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ടാണ് സിമുലേഷൻ നടക്കുന്നത്. ബൈ ചേഞ്ചിങ് വൺ വേരിയബിൾ ഇൻ ദി ഇക്വേഷൻ ഇറ്റ് ഇസ് പോസിബിൾ ടു ഡിറ്റർമൈൻ ദി ഇഫക്റ്റ് ഓൺ ദ അതർ വേരിയബിൾ ഇൻ ദി ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ ഒരു ഇക്വേഷനിൽ ഒരു വേരിയബിളിൽ ചേഞ്ചസ് വരുത്തി ആ വേരിയബിളിലുള്ള മാറ്റം മറ്റ് വേരിയബിളിൽ എത്രത്തോളം ചേഞ്ചസ് വരുത്തുന്നു എന്ന് നമ്മൾ ഇക്വേഷൻ വൈസ് സോൾവ് ചെയ്യുന്ന രീതിയാണ് സിമുലേഷൻ. മറ്റേ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലാണ്, ഇത് തിയററ്റിക്കലാണ്. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.
ദെൻ അടുത്തത് മൂന്നാമത്തെ ടൈപ്പ് റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണെന്ന് നമുക്കറിയാം. ഡെപ്പിക്റ്റ് ആക്യുറേറ്റ്ലി ദ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓഫ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സിറ്റുവേഷൻ. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സിറ്റുവേഷൻ്റെ ഡിസ്റ്റിങ്റ്റീവ്നെസ്, ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിൽ ഡേറ്റേനെ നമ്മൾ പഠിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫാക്ട് ഫൈൻഡിങ് ഓഫ് ഇൻഫോർമേഷൻ ആണ്, ഫാക്ട് ഫൈൻഡിങ് ആണ് നടത്തുന്നത്, ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിസ്ക്രിപ്റ്റീവായിട്ട് ഫാക്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ, സാധാരണ റിസർച്ചുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഡിറ്റർമൈനിങ് ഫ്രീക്വൻസി വിത്ത് വിച്ച് സംതിങ് ഒക്കേഴ്സ്, ഹൗ ടു വേരിയബിൾസ് വേരി ടുഗെദർ. അപ്പോൾ 2 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ആ 2 വേരിയബിൾസ് തമ്മിൽ എങ്ങനെ മാറ്റം വരുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റഡിയൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമ്മൾ നോക്കുന്നത്. ദെൻ ഇപ്പോൾ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ത്രൂ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ അബൌട്ട് ഏരിയാസ് ഓഫ് സോഷ്യൽ ലൈഫ്. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അല്ലെങ്കിൽ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഡിക്ഷൻ പോസിബിളാണ്. ഓക്കെ. അപ്പം ഇൻ ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് ദ മാനേജ്മെൻറ്റ് ഓൾറെഡി നോസ് ഓർ അണ്ടർസ്റ്റാൻഡ് ദ അണ്ടർലൈയിങ് റിലേഷൻഷിപ്പ് ഓഫ് പ്രോബ്ലംസ് അറ്റ് ദ ഹാൻഡ്. ഇപ്പോൾ പ്രോബ്ലംസ് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ദെൻ അപ്പം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഫോളോ ചെയ്യേണ്ട റിസർച്ച് ഡിസൈൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം തന്നെയാണ്. ഫസ്റ്റ് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം ആണ്. ദെൻ പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്യുക, സാമ്പിൾ സെലക്ട് ചെയ്യുക, മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ, അനാലിസിസ് ആൻഡ് റിസൾട്ട്. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം എല്ലാ ടൈപ്പ് ഓഫ് റിസർച്ചുകളുടെയും ആ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മുടെ റിസർച്ച് പ്രോസസ്സ് തന്നെയാണ് എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. റിസർച്ചിൻ്റെ ഡിഫറൻസ് അനുസരിച്ച്, അത് എക്സ്പെരിമെൻറ്റേഷനൊക്കെ ആണെങ്കിൽ അവിടെ 2-3 സ്റ്റെപ്പുകൾ എക്സ്ട്രാ വരുന്നു എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അപ്പം ഇതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ടൈപ്സ് ആണ് ഒബ്സർവേഷനും സർവേയും. അതിൽ ഒബ്സർവേഷൻ്റെ ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പാർട്ടിസിപ്പൻ്റ്, നോൺ പാർട്ടിസിപ്പൻ്റ്, ഒബ്സ്ട്രക്റ്റീവ്, നോൺ ഒബ്സ്ട്രക്റ്റീവ്, ദെൻ നാച്ചുറൽ, കൺട്രൈവ്ഡ്, ഡിസ്കൈസ്ഡ്, നോൺ ഡിസ്കൈസ്ഡ്, സ്ട്രക്ചറൽ, അൺസ്ട്രക്ചേർഡ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ദെൻ അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ക്രോസ് സെക്ഷണൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. നമുക്കറിയാവുന്ന കാര്യമാണ് ക്രോസ് സെക്ഷണൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ.